ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ തിലോപ്പി എന്ന മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ, പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ടൊരു മസാല ആക്കിയതിന് ശേഷം നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ മീൻ ഫ്രൈ വന്നിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതക്കിയത്, പിന്നെ ഇതാ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ എന്നിവ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വാട്ടി വെച്ച ഇലയിലേക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം. ആദ്യം ഇങ്ങനെ ചേർത്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ വെച്ച് കൊടുക്കും. ഇനി മേലെ ഭാഗത്തു കൂടി മസാല ഇതുപോലെ തേച്ച് വെക്കാം. അങ്ങനെ മസാലയൊക്കെ തേച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇല മടക്കി പൊതിഞ്ഞ് കെട്ടിവെക്കാം. എന്നിട്ട് നമ്മൾ നേരെ ഒരു കല്ല് ചൂടാക്കാൻ വെക്കാം. ഇനി ഒരു ദോശക്കല്ല് എടുത്തതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കെട്ടി പൊതിഞ്ഞ് വെച്ച ഈ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഇതിന് മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അതിനുശേഷം പിന്നെയും തുറന്ന് അത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മളൊരു പ്ലേറ്റ് കൊണ്ട് മൂടി വെക്കുക. അങ്ങനെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഞാനിതാ തുറന്നു നോക്കുകയാണ്. ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ തുറക്കുന്നത്. അങ്ങനെ ഇതാ തുറന്നു. നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. നല്ല സോഫ്റ്റാണ്. പെട്ടെന്നാണ് ഇത് ഗാർണിഷ് ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. അങ്ങനെ കുറച്ച് ഉള്ളിയും പിന്നെ കരിവേപ്പിലയും ഒക്കെ എടുത്ത് ഗാർണിഷ് ചെയ്തു. അപ്പോൾ നമുക്കിനി ചോറിൻ്റെ കൂടി ഒന്ന് കൂട്ടി നോക്കാം. അപ്പം ഇതൊരു പച്ച ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ മസാലയും ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ വെച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് നമുക്കിനി ചോറിലേക്ക് ഇടാം. അങ്ങനെ ചോറും കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.